1925 കാലത്ത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്ന ലോർഡ് ബെർഗിംഗ്ഹെഡ് ഇന്ത്യക്കായി ഒരു ഭരണഘടന ഇന്ത്യക്കാർക്ക് സ്വന്തമായി നിർമ്മിക്കാമോ എന്ന തരത്തിലൊരു വെല്ലുവിളി നടത്തിയിരുന്നു. ചുരുക്കിയാൽ ഇന്ത്യക്കാർക്ക് അത്രയ്ക്കൊന്നും കഴിവില്ല എന്ന തരത്തിലുള്ള കളിയാക്കൽ തന്നെ. സൈമൺ കമ്മീഷൻ കൂടെ പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു തരത്തിൽ കളിയാക്കലുകൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയാണ് 1927 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മദ്രാസ് സമ്മേളനത്തിൽ വെച്ച് രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, സൈമൺ കമ്മീഷൻ ബദൽ എന്നോണം ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ എഴുതി ഉണ്ടാക്കുന്ന ഒരു ഭരണഘടന വേണമെന്ന് തീരുമാനമെടുക്കുന്നു. മറ്റൊന്ന്, സൈമൺ കമ്മീഷനെ എല്ലാ വിധത്തിലും ബഹിഷ്കരിക്കുക. അങ്ങനെ 1928 ഫെബ്രുവരി ഡോക്ടർ എം.എ. അൻസാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനമാണ് ഈ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ജവഹർലാൽ നെഹ്റുവും മറ്റുള്ള അംഗങ്ങളായി അലി ഇമാം, തേജ് ബഹദൂർ സപ്രു, സുഭാഷ് ചന്ദ്രബോസ്, മംഗൾ സിംഗ്, എം.എസ്. ആനെ, ഷുഹൈബ് ഖുറേഷി, ജി.ആർ. പ്രധാൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിക്ക് നെഹ്റു കമ്മിറ്റി എന്ന പേര് നൽകുകയുണ്ടായി. അങ്ങനെ ഇവർ കൊടുത്ത റിപ്പോർട്ടിന് നെഹ്റു റിപ്പോർട്ട് എന്ന പേരും വരികയുണ്ടായി. 1928 ഓഗസ്റ്റിലാണ് നെഹ്റു റിപ്പോർട്ട് ഉണ്ടാവുന്നത്. പ്രാദേശികമായ സ്വയംഭരണം, പൊതു നിയോജക മണ്ഡലങ്ങൾ, പ്രായപൂർത്തി വോട്ടവകാശം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ, മതനിരപേക്ഷ പാർലമെന്ററി സമ്പ്രദായം, സുപ്രീം കോടതി സ്ഥാപിക്കുക തുടങ്ങിയ പല നിർദ്ദേശങ്ങളും നെഹ്റു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതേസമയം മുസ്ലിം ലീഗിന്റെ നേതാവായി മാറിക്കൊണ്ടിരുന്ന ജിന്ന മുസ്ലിങ്ങൾക്കായി പല നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയും കൂടെ പരിഗണിക്കണമെന്ന നിർദ്ദേശം കൂടി ഇതിൽ ഈ സമയം വെക്കുകയുണ്ടായി. ഏതായാലും ഈ കാലഘട്ടത്തോടെ മതപരമായ ഒരു വിഭജനം കൂടി വെളിപ്പെട്ടു തുടങ്ങി എന്നുകൂടി ഇവിടെ പറയാവുന്നതാണ്. നെഹ്റു റിപ്പോർട്ടിൽ ആദ്യം ഡൊമിനിയൻ പദവി ലഭിക്കണം എന്നതായിരുന്നു തീരുമാനം. എന്നാൽ അത് 1929 ഡിസംബർ 31 മുൻപേ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകണമെന്നുണ്ടായിരുന്നു. നെഹ്റു റിപ്പോർട്ട് മുന്നോട്ട് വെച്ച സമയപരിധിക്കുള്ളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് ഡൊമിനിയൻ പദവിയൊന്നും എന്തായാലും നൽകാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് 1929 ഡിസംബറിൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലാഹോറിൽ വെച്ച് ചേരുകയുണ്ടായി. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഇത് ചേർന്നത്. അങ്ങനെ 1929 ഡിസംബർ 19 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് അഥവാ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അവരുടെ ഏക ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. 1929 ജനുവരി 31 ജനലക്ഷങ്ങൾ അണിനിരന്നുകൊണ്ട് വന്ദേ മാതരവും ഇൻകുലാബ് സിന്ദാബാദും ഒക്കെ മുഴക്കിക്കൊണ്ട് രവി നദിക്കരയിൽ വെച്ച് നെഹ്റു ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി. തുടർന്ന് എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്നും തീരുമാനിക്കുകയുണ്ടായി. നെഹ്റു നായകസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്നതും ഈ ഒരു കാലത്താണെന്ന് പറയാം. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മറ്റൊരു നിർണായകമായ വഴിയിലേക്ക് ഈ കാലഘട്ടം മാറി എന്നുകൂടി പറയാവുന്നതാണ്. അതായത് പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യം നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്ന് തന്നെ. ഇനി അത് നേടാനായി എന്തു ചെയ്യാം എന്ന ചോദ്യം കൂടിയേ ബാക്കിയുള്ളൂ. സ്വാഭാവികമായും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സമര പരിപാടികൾ എന്ന ആസൂത്രണത്തിലേക്ക് തന്നെ അത് എത്തിച്ചേർന്നു. അങ്ങനെ ലാഹോർ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരമുള്ള സ്വാതന്ത്ര്യ ദിനാചരണമൊക്കെ കഴിഞ്ഞ ശേഷം ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് അഥവാ സിവിൽ നിയമലംഘനം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കിയ ജനദ്രോഹ നിയമങ്ങളിൽ ഒന്നിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഗാന്ധിജി തന്റെ അടുത്ത സമര പരിപാടികൾക്ക് രൂപം നൽകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ നാൾ വഴികളിൽ എടുത്തു പറയേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് 1920-കൾ. കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ പോലെ വമ്പൻ സമര പരിപാടികൾ തന്നെ അരങ്ങേറിയ ഒരു കാലം. അതേ കാലത്ത് തന്നെ വിപ്ലവകാരികളുടെ വളർച്ചയ്ക്കും ഇന്ത്യയുടെ മണ്ണ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതിൽ ആ സമയം എടുത്തു പറയേണ്ട ഒരു പേരാണ് ഭഗത് സിംഗ്. കുറച്ചു മുന്നേ സൈമൺ കമ്മീഷനെ പറ്റിയും അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളെ പറ്റിയും പഞ്ചാബ് കേസരിയായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിനോടൊപ്പം തന്നെ പറയേണ്ട ഇന്ത്യൻ യുവതയുടെ നിർണായക സ്വാധീന ശക്തിയെ മാറിയ ഭഗത് സിംഗിന്റെ പ്രതികാരം കൂടി അവിടെ ഉൾപ്പെടുത്തേണ്ടതാണ്. സത്യത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിയ ധീര ദേശാഭിമാനിയായിരുന്നു ഭഗത് സിംഗ്. 1920-കളിൽ കാൺപൂരിൽ വെച്ച് ഇന്ത്യയിലെ വിപ്ലവകാരികൾ രഹസ്യമായി സമ്മേളിച്ച് ഒരു വിപ്ലവ സംഘടനയൊക്കെ ഉണ്ടാക്കുന്നതും പിൽക്കാലത്ത് 1928-ൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനൊക്കെ ഉണ്ടാകുന്നതും ഈ കാലഘട്ടത്തിന്റെ നാൾവഴികളിൽ സൃഷ്ടിക്കപ്പെട്ട ചില കാര്യങ്ങളാണ്. ഏതായാലും ഭഗത് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ലാലാ ലജ്പത് റായ് വെറും ഒരു സ്വാതന്ത്ര്യ പോരാളി മാത്രമായിരുന്നില്ല, പകരം ഒരു ഗുരുനാഥൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ക്രൂരതയ്ക്ക് പകരം വീട്ടാനായി ഭഗത് സിംഗ് ഇറങ്ങി തിരിച്ചിരുന്നത്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖദേവ്, രാജ്ഗുരു എന്നിവർ രഹസ്യമായി യോഗം ചേരുകയും എസ് പി ആയ സ്കോട്ട്
ASP ആയ സാൻഡേഴ്സൺ എന്നിവരെ വധിക്കാൻ തീരുമാനിക്കുകയും ഉണ്ടായി. ലാലാജി മരിച്ചിട്ട് 1 മാസം തികഞ്ഞ 1928 ഡിസംബർ 17 ലാഹോറിലെ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസ് പരിസരത്ത് വെച്ച് സാൻഡേഴ്സിനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. രാജ്ഗുരുവും ഭഗത് സിംഗും ചേർന്നാണ് ഇത് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ചതൻ സിംഗ് ഇതിനെ തടയാൻ ശ്രമിച്ചപ്പോൾ പതികു നിന്ന ചന്ദ്രശേഖർ ആസാദ് അയാളെയും വകവരുത്തി. പോലീസ് പിടികൂടുന്നതിന് മുന്നേ ഏവരും രക്ഷപ്പെടുകയുണ്ടായി. ഏതായാലും തൊട്ടടുത്ത നിമിഷം തന്നെ ലാലാജിയെ കൊന്നതിന്റെ പ്രതികാരമാണിതെന്ന തരത്തിൽ നാട്ടിലെങ്ങും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിനുശേഷം ഭഗത് സിംഗ് കുറച്ചുകാലം ഒളിവിലായിരുന്നു. ഈ സമയമാണ് ഡൽഹിയിലെ നിയമനിർമ്മാണ സഭയിൽ ഒരു തൊഴിലാളി വിരുദ്ധ ബിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇവർ അറിയുന്നത്. അതിനെതിരായി 1929 ഏപ്രിൽ 8 നിയമനിർമ്മാണ സഭയുടെ ഗ്യാലറിയിലേക്ക് ഭഗത് സിംഗും പട്കേശ്വർ ദത്തും കയറിപ്പറ്റിയത്. ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ സഭയിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചു. തുടർന്ന് ഇരുവരും ചേർന്ന് ലഘുലേഖകൾ വലിച്ചെറിഞ്ഞു. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. പുകപടലം കൊണ്ട് ആർക്കും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടും ഭഗത് സിംഗും പട്കേശ്വർ ദത്തും ഒന്നും ഓടി രക്ഷപ്പെടുകയുണ്ടായില്ല. പകരം അവർ പിടികൊടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ഉണ്ടായി. അങ്ങനെ വധക്കേസിലും ലാഹോർ ഗൂഢാലോചന കേസിലുമൊക്കെ ഭഗത് സിംഗ് പ്രതിയാവുകയും 1930 ഒക്ടോബർ 7 അന്തിമ വിധി പ്രസ്താവിക്കുകയുമുണ്ടായി. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാതിരിക്കാൻ നാടെങ്ങും ഹർത്താലുകളും പ്രകടനവും ഒക്കെ ഉണ്ടായി. അപ്പീലുകൾ ഉണ്ടായെങ്കിൽ പോലും അവയൊക്കെ തള്ളപ്പെട്ടു. ഭഗത് സിംഗിനായി നെഹ്റു വലിയ തോതിൽ ഇടപെടുകയും ഭഗത് സിംഗിനായി അഹിംസയിലൊക്കെ നിലനിന്നിരുന്ന കോൺഗ്രസിൽ നിർണായക നിലപാട് എടുക്കുകയും ഉണ്ടായി. എന്നാൽ അതൊന്നും യാതൊന്നും സംഭവിക്കാതെ 1931 മാർച്ച് 23 3 മണിക്കും ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുകയുണ്ടായി. മൃതശരീരം ബന്ധുക്കൾക്ക് നൽകുക പോലും ഉണ്ടായില്ല. ഇന്നും എന്നും ഇന്ത്യയിലെ യുവതലമുറയുടെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഭഗത് സിംഗ് അനശ്വരനായി നിൽക്കുന്നു എന്ന് പറയാം. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ രക്തസാക്ഷിത്വമൊക്കെ ഒരു തരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ തോതിൽ ഊർജം നൽകി എന്നുകൂടി എടുത്തു പറയണം. സമര പരമ്പരകളുടെ ഈ നാൾ വഴികളെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ പറയാം.